ഹായ് ഓൾ. 2025 ഫെബ്രുവരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന LP ഇൻ്റർവ്യൂവിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന് ഏറ്റവും ആപ്റ്റായി തോന്നുന്ന ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം തന്നെ നിങ്ങൾ കാണുന്നു, നന്നായി സപ്പോർട്ട് ചെയ്യുന്നു എന്നതിന് ഒരുപാട് നന്ദി. തീർച്ചയായും എനിക്ക് ലഭിക്കുന്ന എല്ലാ ചോദ്യങ്ങളെ പറ്റിയും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി ഉത്തരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയ ഒന്നാണ്, പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അവരുടെ പഠനത്തിന് എങ്ങനെ ഒരു ടീച്ചർ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് മന്ദ പഠിതാക്കൾ എന്ന ലെവലിൽ വരുന്ന കുട്ടികളാണ്. അതായത് IQ ലെവല് 75 മുതൽ 85 വരെ വരുന്ന കുട്ടികളാണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ അത് അവർക്കൊരു പെർഫെക്റ്റ് ഉത്തരമായിട്ട് തോന്നും. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉത്തരത്തിൽ ശ്രമിക്കാം. IQ ലെവൽ 75 മുതൽ 85 വരെയാണ് ഈ മന്ദ പഠിതാക്കൾ അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഒരു ഏകദേശ IQ എന്ന് പറയുന്നത്. ഇവര് പഠനത്തിൽ മന്ദഗതിയിൽ അവര് പുരോഗതി കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരുടെ അത്രയും വേഗത്തിൽ പഠന നേട്ടങ്ങൾ കൈവരിക്കാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇവർക്ക് പക്വതക്കുറവ്, അപകർഷതാബോധം, ആത്മവിശ്വാസക്കുറവ്, ആത്മാഭിമാനക്കുറവ്, ആശയങ്ങളെ ലളിതാക്കിയിട്ടത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, പഠന വസ്തു ഒരു ഏതെങ്കിലും ഒരു ആശയം ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഇല്ലായ്മ, ഇതെല്ലാം തന്നെ. പ്രത്യേകിച്ച് മറ്റൊരു പ്രധാന കാര്യം മന്ദഗതിയിലുള്ള ഒരു ഭാഷ വികാസം. അതും ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോഴും അവർക്കത് അത്രയും ഈസി ആയിട്ട് മറ്റു കുട്ടികൾ പഠിക്കുന്നത് പോലെ പഠിച്ചെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ജീവശാസ്ത്രപരമായ കാരണങ്ങൾ ഉണ്ടാകാം, ശാരീരികമായ വൈകല്യങ്ങൾ, അതുപോലെ കുടുംബപരമായിട്ടുള്ള ഘടകങ്ങൾ, അക്കാദമികമായിട്ട് ഒരു ബേസ് കിട്ടാതെ വരുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ, സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവരെ ഇങ്ങനെയുള്ള കുട്ടികളെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അധ്യാപകന് ചെയ്തു കൊടുക്കണം. കൂടുതൽ ഇന്റർവ്യൂവിന് ചോദിച്ചത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ അധ്യാപകർക്ക് ഇവർക്കായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തായാലും ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒന്നാമത്തേത്, സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താതെ വിജയകരമായിട്ട്, അതായത് ആ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പുള്ള ലഘുവായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകുക. ഇതിലൂടെ അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം വർദ്ധിക്കും. എനിക്കും ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകണമെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നാം അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ടീച്ചേഴ്സ് അവർക്ക് കൊടുക്കേണ്ടത്. കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന ചെറിയ ഹ്രസ്വമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പഠിക്കാനാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ലളിതാക്കി കൊടുക്കുക. മറ്റു കുട്ടികൾക്ക് എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി. ഇപ്പോൾ കുറച്ച് ആനിമൽസിന്റെ പേരാണ് എന്ന് വിചാരിക്കുക. ആനിമൽസിന്റെ കുറച്ച് പേരുകൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട പേരുകളുണ്ട്. അപ്പം അത് കുറച്ച് ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ കുറച്ചധികം പേരുണ്ട്. അതിലെ സിമ്പിളായിട്ടുള്ള എന്താ പറയുക, ഡോഗ്, കാറ്റ്, ഇങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് മാത്രം ഇവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് മാത്രം പഠിച്ചു വന്നാൽ മതി. ഡിക്റ്റേഷൻ എടുക്കുമ്പോഴായാലും അവർക്ക് അവരോട് പഠിക്കാൻ പറഞ്ഞത് പഠിച്ചു വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ബാക്കിയുള്ളവർ പഠിക്കുന്ന അതേ ലെവലിൽ അവരെ പഠിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്യരുത്. അതേപോലെ നമ്മൾ ഡിക്റ്റേഷൻ എടുക്കുമ്പോഴായാലും ക്ലാസ്സിൽ അത് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന കാര്യം, സസ്റ്റെയിൻഡ് അറ്റൻഷൻ, അതായത് അനസ്യൂത ശ്രദ്ധ എന്ന് പറയും. അത്തരം ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കാതിരിക്കുക. ഒരുപാട് നേരം ഒരു പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കുക. അവർക്ക് അത്രയും അറ്റൻഷൻ ഇല്ല, അത്രയും അറ്റൻഷൻ ടൈം സ്പാൻ അത് അവർക്കില്ലാത്ത കുട്ടികളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും
ഒരുപാട് നേരം ശ്രദ്ധ നൽകുന്ന പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കുക, അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ ഇത് ഒഴിവാക്കി മറ്റൊരു പ്രവർത്തനം അവർക്ക് നൽകുക. അതുപോലെ പാഠങ്ങളുടെ അധിക പഠനത്തിന് സന്ദർഭമൊരുക്കുക. മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ അവർക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ളൊരു സന്ദർഭം, അധിക പഠനം അവർക്ക് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സന്ദർഭം ഒരുക്കി കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പ്രധാന പോയിന്റ് ക്രമീകൃത പഠനം, പ്രോഗ്രാംഡ് ലേണിംഗ്. ഈ രീതി ഒരു പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആകും എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് അവരുടെ നേട്ടങ്ങൾ പരിശോധിക്കുകയും രേഖപ്പെടുത്തുകയും എന്തെല്ലാമാണ് ഈ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തെല്ലാം നമുക്ക് ഇനി പുതിയ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്താൽ അവർ കുറച്ചുകൂടി മെച്ചമാകും എന്നുള്ളൊരു തുടർച്ചയായിട്ടുള്ള വിലയിരുത്തൽ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് എപ്പോഴും ഉണ്ടാവണം. മറ്റൊരു പ്രധാന ചോദ്യം ചോദിച്ചതാണ് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസത്തെ പറ്റി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ ചോദിച്ചു വന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു, ഭിന്നശേഷി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിപരമായോ ഏതെങ്കിലും വിധത്തിൽ കുറവുകളുള്ള കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു പ്രത്യേക വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതുപോലെ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, സംയോജിത വിദ്യാഭ്യാസം, ഇത് തമ്മിലുള്ള വ്യത്യാസം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കാം, തീർച്ചയായിട്ടും കാണുക. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം. അതിൽ ആ കുട്ടികൾക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നൽകാം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ. ഇതോടൊപ്പം തന്നെ നമ്മൾ നോക്കി പോകേണ്ട ഒരു ഐഡിയ ആണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ അഥവാ പ്രതിഭാശാലികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ. അവരെന്ന് പറയുന്നത് പ്രവർത്തനത്തിൽ, ഏത് തരം പ്രവർത്തനത്തിലാണെങ്കിലും വിജ്ഞാന പരിപാടികളിലായാലും എപ്പോഴും മുന്നോട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ്. ഇവർക്ക് 130 മേലായിരിക്കും IQ ലെവൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 145, 160 വരെയൊക്കെ ഇവരുടെ IQ ലെവല് ഉണ്ടാകാം. അത് വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. കഠിന വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഇത്തരം കുട്ടികൾ പ്രായത്തിൽ മുതിർന്ന കുട്ടികളായിട്ട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പിനൊക്കെ അവർക്ക് കൂടുതൽ അതായിരിക്കും താല്പര്യം. കാരണം അവരുടെ ലെവലിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവർക്കത് ആ ഒരു ബുദ്ധി വൈഭവം എന്ന് പറയുന്നത് വളരെ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വലിയ കുട്ടികളോടായിരിക്കും അവർക്കൊരു അല്പം കൂടി കൂട്ടുകൂടാനൊക്കെ താല്പര്യം. ഇത്തരം കുട്ടികൾക്ക് പ്രവർത്തനങ്ങളും ടീച്ചേഴ്സ് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കണം. തീർച്ചയായിട്ടും ഒരുപാട് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് നൽകാൻ കഴിയുന്നത് ഇത്തരം കുട്ടികൾക്കാണ്. ചെസ് പോലെയുള്ള കളികൾ, അത്തരം കളികൾക്കുള്ളൊരവസരം, അങ്ങനെയൊക്കെ നമ്മൾ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ഏത് പ്രവർത്തനം നമ്മൾ നൽകുകയാണെങ്കിൽ പോലും ബാക്കി കുട്ടികൾ ചെയ്യുന്നതിൻ്റെ, നോർമലായിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നതിൻ്റെ 10ൽ 1 ഭാഗം സമയം മാത്രം മതിയാവും അവർക്ക് ചെയ്യാൻ. അപ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ ടീച്ചിങ് മാനുവലിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ടീച്ചിങ് മാനുവലിൽ ഉണ്ടാവണം. അത്തരം കുട്ടികളെ നമ്മൾ പരിഗണിക്കണം. താഴ്ന്ന നിലവാരത്തിലുള്ള കുട്ടികൾ ഉള്ളതുപോലെ തന്നെയാണ് ഈ ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളും. അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവർക്ക് ആവശ്യമായിട്ട് അവരെ അടക്കിയിരുത്താനുള്ളൊരു അവസ്ഥ നമുക്ക് ക്ലാസ് റൂമിൽ ലഭിക്കുകയുള്ളൂ. വീണ്ടും റിപ്പീറ്റ് ചെയ്തു വന്ന മറ്റൊരു ചോദ്യം ചാക്രികാരോഹണ രീതി അഥവാ സ്പൈറൽ കരിക്കുലം എന്നുള്ളതാണ്. ബ്രൂണറിൻ്റെതാണ് ഈ ഒരു ആശയം. സർപ്പിള രീതി എന്നും പറയും. നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് ആ ഒരു അറിവിനെ കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലേക്കും നമ്മൾ നയിക്കുന്നു. അങ്ങനെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി വിശദമായ വിവരങ്ങൾ കുട്ടി മുതിർന്ന ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും പഠിക്കുന്നു എന്നതാണ് ചാക്രികാരോഹണ രീതി അഥവാ സ്പൈറൽ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശയങ്ങൾ ഒറ്റയടിക്ക് ഒരു കുട്ടിക്കും സ്വാംശീകരിക്കാൻ പറ്റില്ല. ഓരോ ആശയവും പലതവണ നിരീക്ഷിച്ച് വർഗീകരിച്ച് അങ്ങനെയാണ് കുട്ടി പഠിക്കുന്നത്, കുട്ടി മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ പഠനാനുഭവങ്ങൾ ഏറ്റവും ലളിതമായതിൽ നിന്ന് കഠിനമായതിലേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്കുമായിരിക്കണം കുട്ടിയിലേക്ക് എത്തേണ്ടത്.
ഈ ഒരു രീതിയെ പറ്റി ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മറക്കാതെ അറിഞ്ഞു വയ്ക്കുക. മറ്റൊന്ന്, കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു, സ്കൂളിൽ സൂക്ഷിക്കുന്ന രേഖകൾ ഏതെല്ലാമാണ് എന്നാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കുന്ന രേഖകളാണ് ചോദിച്ചത്. നമ്മൾ രേഖകളെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏതെല്ലാം ബുക്കുകളാണ് സ്കൂളിൽ സൂക്ഷിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ജനറൽ ഒരു ലെവലിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് സ്കൂൾ കലണ്ടർ എന്നത്. അത് പൊതു അവധി നിയമങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്കൂൾ കലണ്ടർ. മറ്റൊന്ന് ലെഡ്ജർ എന്ന് പറയും. അത് വരവ് ചെലവ് കണക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകത്തിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. മറ്റൊന്ന് ലോഗ് ബുക്കാണ്. ലോഗ് ബുക്ക് നമുക്കറിയാം, ആര് വന്നാലും സന്ദർശനത്തിനായിട്ട് സ്കൂളുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങള്, ഇപ്പൊ പ്രോജക്റ്റുകൾ ഉദ്ഘാടനം, അതുപോലെ ഏതെങ്കിലും DEO AEO വിസിറ്റ്, ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തുന്ന പുസ്തകത്തിനെയാണ് നമ്മൾ ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. ലോഗ് ബുക്ക് എന്ന് പറയുന്നത് ഒരു സ്കൂളിലത്തെ ഡയറി പോലെയാണ്. എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും. മറ്റൊന്ന് അഡ്മിഷൻ രജിസ്റ്റർ ആണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു രേഖ എന്ന് പറയുന്നത് സർവീസ് ബുക്കാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ കുട്ടികളെ പറ്റി അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രജിസ്റ്ററുകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് അഡ്മിഷൻ രജിസ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ രജിസ്റ്റർ. രണ്ടാമത്തത് സ്കൂളിലെ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ. മൂന്നാമത്തതായിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് നോൺ ഫീഡിങ്ങിൻ്റെ ഒരു രജിസ്റ്റർ നമുക്ക് കാണാം. മിക്ക സ്കൂളുകളിലും, എല്ലാ സ്കൂളുകളിലും അങ്ങനെ നോൺ ഫീഡിങ്ങിൻ്റെ രജിസ്റ്റർ. ഇങ്ങനെ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായും പറയേണ്ട കാര്യങ്ങൾ. ഇതുപോലെ തന്നെ കുട്ടികളുടെ സ്കോളർഷിപ്പ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് ഏതൊക്കെ കുട്ടികളാണ്, ഏതൊക്കെ നിലവാരത്തിലുള്ള കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം നമുക്ക് സ്കൂളിൽ കാണാൻ സാധിക്കും. അതിന് സ്കോളർഷിപ്പ് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. അതുകൂടി നമുക്കിവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റൊന്ന്, സ്ഥിരം ഉപയോഗിക്കുന്നതല്ല എങ്കിൽ പോലും കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റൊന്ന് എന്ന് പറയുന്നത് പരീക്ഷാ രജിസ്റ്റർ ആണ്. പരീക്ഷാ രജിസ്റ്റർ എന്ന് പറയുന്നത് LSS USS ഇത്തരം എക്സാമുകളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കുട്ടികളാണ് ഈ എക്സാമിന് പോകുന്നത്, അതിന് ഡ്യൂട്ടിക്ക് വരുന്ന ടീച്ചേഴ്സ് ഏതാണ്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരീക്ഷാ രജിസ്റ്റർ വിദ്യാലയങ്ങളിൽ സൂക്ഷിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ആദ്യത്തെ 3 മാത്രമാണ്. എന്നിരുന്നാലും സ്കോളർഷിപ്പ് രജിസ്റ്റർ, പരീക്ഷാ രജിസ്റ്റർ എന്നുള്ളത് കൂടി നമുക്ക് പറയാം. ഇതല്ലാതെ നമ്മൾ സാധാരണയായിട്ട് സ്കൂളിൽ കാണുന്ന മറ്റു കുറച്ച് രജിസ്റ്ററിൻ്റെ പേര് കൂടി ഞാൻ പറയാം. ഇനിയിപ്പോൾ ഏത് രജിസ്റ്ററാണ്, ഏത് പുസ്തകങ്ങളാണ് ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുക നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പം നമുക്ക് പറയാവുന്ന മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് രേഖകൾ സൂക്ഷിക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ രജിസ്റ്ററുകൾ ഇവയാണ്. ഒന്ന് ഔട്ട്വേർഡ് രജിസ്റ്റർ. ഔട്ട്വേർഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ എന്തെങ്കിലും കത്തുകളോ അങ്ങനെ എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനായിട്ട് സൂക്ഷിക്കുന്ന ഒരു പുസ്തകമാണ് ഔട്ട്വേർഡ് രജിസ്റ്റർ. മറ്റൊന്ന് ഇൻവേർഡ് രജിസ്റ്റർ. ഇൻവേർഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സ്കൂളിലേക്ക് എന്തെങ്കിലും രേഖകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാനും അതിനെപ്പറ്റി രേഖപ്പെടുത്താനും ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് ഇൻവേർഡ് രജിസ്റ്റർ. മറ്റൊന്നാണ് ഉപകരണ രജിസ്റ്റർ. ഉപകരണ രജിസ്റ്റർ എന്ന് പറയുന്നതിന് മറ്റൊരു പേര് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് കൂടി പറയും. സ്കൂളിലുള്ള ഫർണിച്ചറുകൾ അല്ലെങ്കിൽ ലൈബ്രറി കാറ്റലോഗ് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകങ്ങളാണ്. ഇത് 2, 3 ഒക്കെ ഉണ്ടാവും. ഉപകരണങ്ങൾ മാത്രമായിട്ടൊരു രജിസ്റ്റർ ഉണ്ടാവും, പുസ്തകങ്ങളുടേത് മാത്രമായിട്ടൊരു പുസ്തക രജിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് പറയാവുന്നതാണ്. പിന്നെ ഇതൊന്നും കൂടാതെ നമ്മൾ എല്ലാ ക്ലാസ്സിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ടൈം ടേബിൾ രജിസ്റ്റർ. ഓരോ ക്ലാസ്സിലെയും ടൈം ടേബിൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രജിസ്റ്ററാണ് ടൈം ടേബിൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇതല്ലാതെ ശമ്പള രജിസ്റ്റർ അഥവാ അക്വിസ്റ്റൻസ് രജിസ്റ്റർ കൂടി ശമ്പള രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ഇതുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കുക. ടീച്ചേഴ്സായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പുസ്തകത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ശമ്പള രജിസ്റ്ററും സർവീസ് ബുക്കും നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ സ്കൂളിൽ സൂക്ഷിക്കുന്ന രേഖയാണ് ഇത് രണ്ടും തന്നെ.
PTA പറ്റി വീണ്ടും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോ PTA എടുത്ത് ചോദിച്ച് അതിൻ്റെ ഡ്യൂട്ടീസ് ചോദിച്ചിട്ടുണ്ട്. CPTA, MPTA, PTA ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മുടെ മുമ്പുള്ള ഫസ്റ്റ് തിരുവനന്തപുരം ഇൻ്റർവ്യൂ ചോദ്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ ജില്ലകളിലെയും ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക. ഇന്ന ജില്ലയിൽ ഇന്നത് മാത്രമേ ചോദിക്കൂ എന്നൊന്നുമില്ല. എല്ലാ ജില്ലകളിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് സെയിം ആണ്. ഈ CPTA, PTA ഒക്കെ മുൻപ് ചോദിച്ചതാണ്. അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുൻപത്തെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് വീണ്ടും ലെങ്തി ആയി പോകും. ഇനി നമ്മൾ ഉൾപ്പെടുത്താത്ത ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാത്തത്. 4 തരം PTA ഉള്ളതിനെ പറ്റിയും അതിൻ്റെ ഓരോന്നിൻ്റെയും ഡ്യൂട്ടീനെ പറ്റിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ട് നോക്കാം. മറ്റൊരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നത് ഉദ്ഗതിത രീതിയെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എന്താണ് ഉദ്ഗതിത രീതിയെ പറ്റി അറിയുക? ഇന്നും ഉദ്ഗതിത രീതി നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഏതെല്ലാം വിഷയങ്ങളാണ് ഉദ്ഗതിത രീതിയിൽ പഠിപ്പിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നമുക്ക് LP ക്ലാസ്സിനെ മാത്രമായിട്ട് പറയുകയാണെങ്കിൽ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഉദ്ഗതിത രീതിയിലാണ് എന്ന് നമുക്ക് പറയാം. സയൻസ് പരിസര പഠനം എന്ന് പറയുന്നത് സോഷ്യലും സയൻസും ഉൾപ്പെടുത്തി ഒരു പുസ്തകമായിട്ടാണ്. മലയാളവും ഇതെല്ലാം തന്നെ ഉൾച്ചേർന്നിട്ടാണ്. നമുക്ക് തന്നെ അത് മാറ്റി മാറ്റി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്, പരീക്ഷയ്ക്ക് വരുമ്പോൾ പേപ്പർ വേറെ ആയിട്ട് വരുമല്ലോ, അപ്പം നമുക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓരോ വിഷയമായിട്ട് അവർ എല്ലാം ഒരുമിച്ചാണ് പഠിക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ ചേരുന്നതിന് മുൻപ് എന്താണ് ഓരോ വിഷയമായിട്ടല്ലല്ലോ വിവരങ്ങൾ അറിയുന്നത്. അവരറിയുന്നതൊക്കെ ടോട്ടലായിട്ട് ഒരു അറിവ്, അത്രേ ഉള്ളൂ. അതിനെ പെട്ടെന്ന് വിഭജിക്കാതെ എല്ലാ കാര്യങ്ങളും ഒരേ ഒരു രീതിയിൽ പഠിച്ചു പോകുന്നു. 3-ലും 4-ലൊക്കെ ആകുമ്പോഴാണ് അവരതിനെ ഡിവൈഡ് ചെയ്ത് ലാംഗ്വേജ്, അതുപോലെ പരിസര പഠനം, അതുപോലെ സയൻസ്, സോഷ്യൽ, ഇങ്ങനെയൊക്കെ മുകളിലേക്ക് ചെല്ലും തോറും കുട്ടികൾ പോകുന്നു. കൂടുതൽ ഡിവൈഡ് ചെയ്ത് സബ്ജക്റ്റിനെ പഠിച്ചു പോകുന്നു. അതിപ്പോൾ LP ക്ലാസ്സിൽ മാത്രമല്ല, നമുക്ക് പറയാം UP ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ എന്ന് പറയുന്നത് ഒരൊറ്റ സബ്ജക്റ്റായിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ ആ സോഷ്യലിൽ തന്നെ ജിയോഗ്രഫിയും ഹിസ്റ്ററിയും ഉൾക്കൊള്ളുന്നു. അത് ഹൈസ്കൂളിൽ എത്തുമ്പോഴാണ് അവരത് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. അതേപോലെ സയൻസും UP ക്ലാസ്സിൽ ഉദ്ഗതിതം തന്നെയാണ്. ഊർജ്ജതന്ത്രം, രസതന്ത്രം, അതുപോലെ തന്നെ ബയോളജി, 3 ഈ 3 കൂടി ഒരൊറ്റ സയൻസ് എന്ന വിഷയത്തിലായിട്ടാണ് 7 വരെ പഠിക്കുന്നത്. 8-ൽ ചെല്ലുമ്പോൾ ഇത് 3 അപ്പോൾ ഉദ്ഗതിതം എന്ന് പറയുന്നത് 1-ലും 2-ലും മാത്രം കാണുന്ന ഒന്നല്ല. നമ്മൾ ഹൈസ്കൂളിലും UPയിലൊക്കെ നമുക്ക് കാണാം. ഹൈസ്കൂളിൽ തന്നെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഒക്കെ കൂടിയിട്ട് ഒരൊറ്റ ഒന്നായിട്ടാണ് ഇവിടെ സോഷ്യൽ ഹിസ്റ്ററി എന്നതിൽ പഠിക്കുന്നത്. അതിന് പിന്നെയും ഡിവൈഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്തോറും പഠിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്തിപ്പോൾ ഹ്യൂമാനിറ്റീസിലേക്ക് ഗ്രൂപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് പൊളിറ്റിക്സ്, എക്കണോമിക്സ് എന്നിങ്ങനെ വിഭജിക്കുന്നത്. അപ്പോൾ ഉദ്ഗതിതം എന്ന് പറയുന്ന ഐഡിയ അറിയാം. അതുപോലെ ഉദ്ഗതിതം 1-2 ക്ലാസ്സുകളിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ ലെവലിൽ പറയാം. അതല്ല ഏതെല്ലാം ക്ലാസ്സുകളിൽ എങ്ങനെയൊക്കെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉയർന്ന ക്ലാസ്സിൽ വരെ, അതായത് +2 ക്ലാസ്സിൽ വരെ നമുക്ക് ഉദ്ഗതിത രീതി ഉപയോഗിച്ചാണ് പഠനം നടക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ളൊരു അറിവുണ്ടായിരിക്കണം. മറ്റൊരു ചോദ്യം ചോദിച്ചത് അധ്യാപകനെ പറ്റിയിട്ടാണ്. അധ്യാപകൻ്റെ നെഗറ്റീവ്സ് എന്തെല്ലാമാണ്, പോസിറ്റീവ്സ് എന്തെല്ലാമാണ് എന്നൊക്കെ ചോദിച്ചു. നെഗറ്റീവ്സിൽ നമുക്ക് പറയാവുന്ന കാര്യം, ടീച്ചേഴ്സ് കൃത്യനിഷ്ഠ പാലിക്കാത്തത് ടീച്ചേഴ്സിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടി ടൈമിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്, അതുപോലെ വേറെ ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് സ്കൂളിൽ നിന്ന് പുറത്ത് പോകുന്നത്, സ്കൂളുമായി ബന്ധപ്പെട്ടതല്ലാതെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നത്, ഇതെല്ലാം തന്നെ ടീച്ചേഴ്സിൻ്റെ നെഗറ്റീവ് സൈഡാണ്. മറ്റൊരു പ്രധാന കാര്യം, ക്ലാസ് റൂമിൽ ടീച്ചർ എന്ന നിലയിൽ നെഗറ്റീവായിട്ട് നമുക്ക് പറയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളൊരു ഐഡിയ ആണ്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികളെ മാത്രം പരിഗണിക്കുന്ന ടീച്ചേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കരുത് എന്ന് അന്ന് ആ ടീച്ചേഴ്സിനെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും പഠിക്കുന്ന കുട്ടികളെ മാത്രം പരിഗണിക്കുക, അല്ലെങ്കിൽ നിറമുള്ള കുട്ടികൾക്കൊരു പ്രത്യേക പരിഗണന, അതുപോലെ തന്നെ
സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അങ്ങനെയൊന്നും ഇപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും മറ്റു ടീച്ചേഴ്സ് അങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേർതിരിവുകൾ വെച്ച് കാണുന്ന പല ടീച്ചേഴ്സും ഉണ്ട്. ഇതൊക്കെ ടീച്ചേഴ്സിന്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ആയിട്ടാണ്. ഞാൻ ഒരു ടീച്ചർ ആകുമ്പോൾ ഇങ്ങനെയെല്ലാം ആവരുത് എന്ന് എനിക്ക് തോന്നാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ടീച്ചേഴ്സിന്റെ നെഗറ്റീവ് സൈഡിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയാണ്. ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്കറിയില്ല, ഓ ടീച്ചേഴ്സിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം. അതായത് ഏറ്റവും പഠിക്കുന്ന കുട്ടികൾ മാത്രം, അവരെ മാത്രം പരിഗണിക്കുക, അവരെ മാത്രം മത്സരങ്ങൾക്ക്, മറ്റു കുട്ടികൾ എങ്ങനെയാണ്, ഏത് നിലവാരത്തിലാണ് എന്നുള്ളത് അറിയുകയോ അല്ലെങ്കിൽ അവരുടെ ഏതാണ് കഴിവെന്നുള്ളതൊന്ന് പരിപോഷിപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ടീച്ചേഴ്സ് അല്ലായിരുന്നു ഞാൻ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നത്. അത്തരം ടീച്ചേഴ്സ് ഉണ്ടാകാൻ പാടില്ല. അത് കുട്ടികളെ ഒരുപാട് താഴ്ത്തുന്ന തരത്തിലുള്ള ടീച്ചേഴ്സാണ്. കുട്ടികൾക്ക് ആ ഒരു വിദ്യാലയ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ ലഭിക്കേണ്ട ആ സമയത്ത് ഏറ്റവും പിന്നോക്കം പോകാനായിട്ട് കാരണമാകുന്നത് ഇത്തരം ടീച്ചേഴ്സിന്റെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കുട്ടികളോടുള്ളൊരു മനോഭാവമാണ്. നമ്മൾ ഇപ്പോൾ ഈ അനുഭവം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്നും ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ് അവിടെ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സിനെ ഞാൻ കണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു അനുഭവം, പെട്ടെന്ന് ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇതെല്ലാമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ നെഗറ്റീവ്സിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇതല്ലാതെയും കുറെ ഉണ്ടാവും. ഇപ്പൊ ജനാധിപത്യപരമല്ലാത്ത പെരുമാറ്റം എന്നുള്ള ഒരൊറ്റ വാക്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർത്തു, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെയാണ് അധ്യാപകന്റെ നെഗറ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങള്. മറ്റൊരു പ്രധാന ചോദ്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. സ്കൂളിൽ ഗ്രാമർ എങ്ങനെ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കാം, എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് പഠിപ്പിക്കുക? നിങ്ങൾ നേരെ ഗ്രാമർ റൂൾസ് പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്യുക എന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നേരെ ഗ്രാമർ റൂൾസ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തീരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല. പ്രത്യേകിച്ച് LP ക്ലാസ്സുകളിൽ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൊണ്ടുവന്നതിന് ശേഷം മാത്രം കുട്ടികളെ ഗ്രാമർ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് നൗൺസ്, വെർബ്, ഇതൊക്കെ പിക്ചേഴ്സ്, അവർക്ക് നേരിട്ട് പരിചയമുള്ള വസ്തുക്കൾ, കാറ്റ്, ഡോഗ്, ഇതിനെയൊക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നൗൺ, വെർബ് എന്നീ സംഭവങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതുപോലെ സിമ്പിൾ സെന്റൻസ് നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും ഗ്രാമർ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ ക്ലാസ് റൂമിൽ ചെറിയ ചെറിയ സെന്റൻസ് ടീച്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് അവർ റിപ്പീറ്റഡ് ആയിട്ട് ടീച്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ പഠിക്കും. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ ടീച്ചേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യമാണ് ഗവൺമെന്റ് സ്കൂളുകളിലും. അത് പ്രാവർത്തികമാകും. മറ്റു സ്കൂളുകളിൽ ചെയ്യുന്ന പോലെ കുട്ടികൾ ഒരുപാട് മറ്റു സ്കൂളുകളിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? ഇവിടെ ഇംഗ്ലീഷിലുള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ല ഇംഗ്ലീഷ് പഠനത്തിന്. അത് ടീച്ചേഴ്സിന് ചെയ്യാവുന്ന കാര്യമല്ല. ഒരുപാട് വലിയ ഇംഗ്ലീഷുകളോ വലിയ സെന്റൻസോ കൊണ്ടല്ല കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. എപ്പോഴും ചെറിയ ചെറിയ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ എളുപ്പം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റി അവർക്കുണ്ടാവും. അതുപോലെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് ചാർട്ടുകൾ, ഫ്ലാഷ് കാർഡുകൾ, അതുപോലെ സ്റ്റോറി ടെല്ലിംഗ്. ഇപ്പോൾ ടീച്ചർ സ്റ്റോറി പറയുകയാണെങ്കിൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരോട് ഉത്തരം അവരെ കൊണ്ട് പറയിക്കുക. അപ്പോൾ ആ ചെറിയ ചെറിയ സ്റ്റോറീസൊക്കെ വളരെ രസകരമായിട്ട് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അവർ അതിനോട് ഉൾച്ചേർന്ന് അവർക്കും അതിലൊരു ഇൻകോപ്പറേഷൻ എന്നുള്ളൊരു ഐഡിയ അതിലൂടെ അവർ പറയാൻ ശ്രമിക്കും. മറ്റൊന്ന് ഗെയിംസ്, ആക്ടിവിറ്റീസ്, അതൊക്കെയാണ്. വേർഡ് സോർട്ടിങ്, ഒരുപാട് ടൈപ്പ് ഓഫ് വേർഡ്സ് കൊടുത്താൽ അഡ്ജക്റ്റീവ്, വെർബ്, അതുപോലെ നൗൺ, ഇതൊക്കെ തിരിച്ച് അവരെ കൊണ്ട് തന്നെ സോർട്ട് ചെയ്യിക്കാം. അതുപോലെ പസിലുകൾ, സെന്റൻസ് കൺസ്ട്രക്ഷൻ പസിലൊക്കെ വളരെ എഫക്റ്റീവാണ്. കുട്ടികൾക്ക് വേർഡ്സ് ഓരോ പേജിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡിലൊക്കെ എഴുതി കൊടുത്ത് ഓരോ വേർഡ്സ് അതിനെ സെന്റൻസ് ആക്കി കൺസ്ട്രക്ട് ചെയ്യുക. അത് അവർ ഓൾറെഡി ഇങ്ങനെ ഓരോന്ന് വായിച്ച് വരുമ്പോൾ കാറ്റ് ഈസ്
എന്ന് അങ്ങനെ അവർ കൺസ്ട്രക്ട് ചെയ്യും. അത് ഒരുപാട് വലിയ സെന്റൻസ് അല്ല, ഒരു 3 വേർഡ് 4 വേർഡ് സെന്റൻസ് ഒക്കെ ആവുമ്പോൾ 4 വേർഡ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് 1 2 3 വരെയൊക്കെ 3 ആകുമ്പോഴേക്കും അവർ കുറച്ചും കൂടി വലിയ സെന്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കാപ്പബിലിറ്റി ആവും. 1 2 ഇത്തരം ആക്ടിവിറ്റീസ് കൂടുതൽ എഫക്റ്റീവായിട്ട് പറ്റുക. മറ്റൊരു പ്രധാന കാര്യം ആക്ഷൻ വേർഡുകൾ വെച്ചിട്ടുള്ള ഗെയിംസ്. നമുക്ക് ക്ലാസ്സിൽ ജമ്പ്, സിറ്റ്, നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ ഇപ്പം ഇംഗ്ലീഷിലാവുമ്പോൾ കുട്ടികൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പം അവർ ആ വേർഡ്സ്, ആക്ഷൻ വേർഡ്സ് പഠിക്കുകയും ചെയ്തു, ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്തു, അതൊരു ഗെയിമായി. അത് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ സോങ്സ്, റൈംസ്, ഇതിനൊക്കെ വേണ്ടി നമുക്ക് ഗ്രാമർ പഠിപ്പിക്കാനായിട്ട്, ഗ്രാമറായിട്ട് പഠിപ്പിക്കേണ്ട, കുട്ടികളെ ഇംഗ്ലീഷ് മികച്ച രീതിയിൽ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന ടെക്നിക്സ് ആണ്. ഇതെല്ലാമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പം നമ്മൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പറ്റിയും അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ, അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ചാക്രികാരോഹണ രീതി, അതുപോലെ സ്കൂളിൽ അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ട രജിസ്റ്ററുകൾ ഏതാണ്, അതുപോലെ ഉദ്ഘടിത രീതി, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഗ്രാമർ പഠിക്കുന്നത് ഏതെല്ലാം രീതിയിലൂടെയാണ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ വീഡിയോ തന്നെയാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ആകുമ്പോൾ തീരെ ടോപ്പിക്കുകൾ കഴിഞ്ഞു പോകുന്നില്ല. ടോപ്പിക്കുകൾ വെറുതെ പറഞ്ഞു പോകാം. ഉത്തരങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അത് കുറച്ചുകൂടി ലെങ്തി ആയി പോകുന്നു. അതുകൊണ്ടാണ് ഏവരും പൂർണ്ണമായിട്ടും കേൾക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മികച്ച വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് സജസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഇൻ്റർവ്യൂ.